എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വീഡിയോ ഇടാൻ കുറച്ച് വൈകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് തിരക്കിലായിരുന്നേ. അതിൻ്റെ റീസൺ ഞാൻ വഴിയെ പറഞ്ഞു തരണ്ടേ. ഞാൻ രാവിലെ ഒരു 6 മണിയാകുമ്പോഴേ ഞാൻ ഇപ്പോൾ ജിമ്മിലേക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ 6 മണിക്ക് എന്തായാലും സായിക്കുട്ടി എഴുന്നേൽക്കില്ല. അപ്പോൾ ഞാൻ വാതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് ചാവി ജനൽ തുറന്നിട്ട് അകത്തേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ നേരെ ജിമ്മിലേക്ക് എത്തിയിട്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ ചെറിയ വർക്കൗട്ട് ഞാൻ ചെയ്യുന്നുള്ളൂ. ഇനി നല്ല വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. സായിക്കുട്ടിയേ ബാ, ചാവിയുടെ താഴെ കാർപ്പറ്റിലുണ്ടാവും. ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഈ ഫാൻ ഇട്ടിട്ട് ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്ന് കാറ്റും കൊണ്ടിരിക്കും കേട്ടോ. അതൊരു വല്ലാത്തൊരു ആശ്വാസമാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ പോകാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഞാൻ ഷുഗർ കട്ടും ഒക്കെ ചെയ്തിട്ട് തടിയൊക്കെ കുറക്കാനുള്ള ഓരോ തീരുമാനത്തിലാണ്. അങ്ങനെ പിന്നെ നമ്മൾ സിറ്റൗട്ടിലിരുന്നിട്ട് ആശ്വാസമൊക്കെ കൊണ്ടിട്ട് ഞാനൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ഹെയർ മാസ്കും കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ഞാനിതിൻ്റെ പിന്നിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ വേറൊരു കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ കുറച്ച് ദിവസം തിരക്കിലായിരുന്നു എന്ന് പറഞ്ഞില്ലേ. നമ്മളെ ഷിഖായ നമ്മൾ ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ, അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളത് പുതിയ വീഡിയോകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നല്ലൊരു പാർട്ട്ണറെ കിട്ടിയിട്ടുണ്ട് ഇപ്രാവശ്യം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാർട്ട്ണറെ കിട്ടിയ കാരണം കൊണ്ടാണ് ഞാനത് വീണ്ടും എനിക്കത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടിയത്. ആൾ ഞാൻ ഒപ്പം പഠിച്ചതാണ്. ഞാനും മഞ്ജു എന്നാണ് അവളുടെ പേര് കേട്ടോ. ഞാനും കൂടെ പഠിച്ച ആളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഡിവോഴ്സ് ചെയ്യാണ്. ഞാൻ ഡിവോഴ്സ്ഡ് അല്ല, പക്ഷെ അവൾ ഡിവോഴ്സ് ചെയ്യാണ്. അപ്പോൾ അവളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആളാണ്. അപ്പോൾ അവൾ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. എൻ്റെ വീഡിയോയിൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കലും കുട്ടികളുടെ ചിലവിന് വേണ്ടി അവരെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിക്കില്ല. എൻ്റെ കുട്ടികളെ തിരിഞ്ഞു നോക്കാത്ത ആളുടെ പൈസ എനിക്ക് വേണ്ട എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്താണത് അങ്ങനെ പറയാനുള്ള കാരണം നമ്മളൊരു ഡിവോഴ്സ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സ്ത്രീക്കും കുട്ടിക്കും ഒരു പരിരക്ഷ തരേണ്ടത് ഒരു ആണിൻ്റെ ഉത്തരവാദിത്വം തന്നെ ആണല്ലോ. അത് നിനക്ക് ആ പൈസ ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ആ പൈസ ആവശ്യമുള്ള എത്രയോ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാവില്ലേ എന്ന് സത്യം പറഞ്ഞാൽ ഞാനും അപ്പോഴാണ് അത് ആലോചിച്ചത് കേട്ടോ. അതിൻ്റെ മുന്നേ ഞാൻ പക്ഷെ വേറുള്ളവരോട് ഞാൻ പറയാറുണ്ട്, ഒരു സ്ത്രീ അതിൻ്റെ ഒരു 10-17 വയസ്സിലൊക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു 10-35 വയസ്സിൽ 40 വയസ്സിലൊക്കെ ഡിവോഴ്സ് ആവുന്ന സമയത്ത് ആ സ്ത്രീൻ്റെ ജീവിതത്തിൻ്റെ മുക്കാ ഭാഗവും ആ വീട്ടിലായിരിക്കും ആ സ്ത്രീ ചിലവാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്ത്രീക്കും ജീവിതം കിട്ടിയില്ലെന്ന് ചോദിക്കുന്നിടത്ത് ഇതില്ല. കാരണം ആ സ്ത്രീൻ്റെ വീട്ടിലല്ല ജീവിച്ചത്. അതൊരു വേറെ വീട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ ഭർത്താവിനെയും അവിടുത്തെ ഉമ്മാനെയും ഉപ്പാനെയും എല്ലാവരെയും നോക്കിയിട്ടും ഒക്കെ ജീവിച്ചിട്ട് അതിൻ്റെ ജീവിതത്തിൻ്റെ മുക്കാ ഭാഗവും ആ സ്ത്രീ ജീവിച്ചിട്ടുണ്ടാവുക ആ വീട്ടിലായിരിക്കും. ചിലപ്പോൾ അവർ ജോലിക്ക് പോകാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടാവില്ല, പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ അവർക്ക് ഇൻകം ഉണ്ടാവില്ല, പൈസ അവരുടെ കയ്യിലുണ്ടാവില്ല. നമുക്ക് ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ നമുക്ക് പൈസ കൂടിയേ തീരൂ. ആ പൈസ ഉണ്ടാക്കാനുള്ള വഴി അറിയാത്ത സ്ത്രീകൾക്ക് ജീവനാംശം വാങ്ങിക്കുക, കുട്ടികൾക്ക് ചിലവിന് വാങ്ങിക്കുക എന്നുള്ളത് അത്യാവശ്യമുള്ള കാര്യം തന്നെ. അതെൻ്റെ കയ്യിൽ വന്ന തെറ്റാണ് കേട്ടോ. ഞാനത് ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് ഉണ്ടാക്കലും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനെൻ്റെ മുടി കുറച്ച് ഉണങ്ങിയപ്പോൾ ഞാനൊന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഉള്ളി ഉപയോഗിച്ചിട്ടുള്ള മാസ്ക് ഉണ്ടാക്കുമ്പോൾ ഈ തലമുടിൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ഉള്ളിൻ്റെ മണം ഇങ്ങനെ വരും. അത് നമ്മൾ എത്ര കുളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ആ ഉള്ളിൻ്റെ മണം ഇങ്ങനെ വരും. പക്ഷേ നമ്മൾ എനിക്ക് ബാക്കിയുള്ളവർ എന്താ അഭിപ്രായം പറഞ്ഞാലും എനിക്കറിയില്ല. എനിക്ക് പക്ഷേ ചെറിയ ഉള്ളി തേങ്ങാപ്പാലും ചേർത്തിട്ട് ഹെയർ മാസ്ക് ഉണ്ടാക്കിയിടുമ്പോൾ മുടിക്ക് നല്ല ഒരു കട്ടിയും കനവും ജീവനും പിന്നെ ചെറിയ ഹെയർ ഗ്രോത്തൊക്കെ ഉണ്ടാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉപയോഗിച്ച് നോക്കി നോക്കാം. അടുത്ത നമ്മൾ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കവറുകൾ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഞാനൊന്ന് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഒരു വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നപ്പോൾ കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്കെ നമുക്കും അൺബോക്സ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമാണെന്ന്. അപ്പോൾ അങ്ങനെ അൺബോക്സ് ചെയ്യുന്നത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനിത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം കേട്ടോ. ആദ്യത്തെ നമ്മളായിട്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ മോജേൻ്റെ കുറച്ച് ഷാളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കയ്യിലില്ലാത്ത കളേഴ്സാണ്. പിന്നെ ഞാനൊരു കണ്ടോ ഈ ഷിമ്മറിങ് ഷാൾ ഉണ്ടാവില്ലേ, ആ ഷാളും വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് ഇങ്ങനത്തെ 4 ഷാളുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ഞാൻ ജിമ്മിൽ പോകാൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ ഒരു ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ട്രാക്ക് പാൻറ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്തോ സായിക്കുട്ടി നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കൊണ്ടുപോയി. അപ്പോൾ ഈ കവർ കഴിഞ്ഞു കേട്ടോ. അടുത്തത് ഇത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് തുറക്കാം. ഇത് വലിയ സാധനം ഇവിടെ എടുക്കട്ടെ. അടുത്തത് ഈ കവറ്. അടുത്തത് ഞാൻ ഡെക്കാത്തലോണിൽ പോയിട്ട് ഷൂ വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടോ, ഷൂ വളരെയധികം അത്യാവശ്യമുള്ള കാര്യമാണ്. പിന്നെ ഒരു സോക്സും വാങ്ങിച്ചിട്ടുണ്ട്. സോക്സ് ഒരെണ്ണം മതി, അത് പിന്നെ കഴുകിയിട്ട് യൂസ് ആക്കാം. നല്ല വിലയാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ കവറും കഴിഞ്ഞേ. ഇനി നമ്മൾ മൂന്നാമത്തെ കവർ കാണിച്ചു തരാം കേട്ടോ. തുറക്കാൻ നമ്മൾ തെറിച്ച് പോയി. ഇതെപ്പോൾ ഓർഡർ ആക്കിയതാണ് ഞാനൊരു വാൾപേപ്പർ ഓർഡർ ആക്കിയതാണ് കേട്ടോ.
പക്ഷേ ഇതിൻ്റെ കളർ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഇതല്ല ഞാൻ ഓർഡർ ചെയ്ത് നോക്കട്ടെ. അപ്പോഴങ്ങനെ ഈ കവറും കഴിഞ്ഞു കേട്ടോ. അടുത്തത് നമ്മൾ ഈ വലിയ കവർ ഓർഡർ ചെയ്ത് നോക്കി കേട്ടോ. ഇതിലെന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് കണ്ടോ, ഈ 4 വാൾപേപ്പേഴ്സാണ് കേട്ടോ. ഇത് ഞാൻ നമുക്ക് കിച്ചണൊന്ന് മേക്ക് ഓവർ ചെയ്യണമെന്നുണ്ട്. കുറേ കാലമായി ഞാൻ സെയിം കിച്ചണിൽ തന്നെ അങ്ങനെ വീഡിയോ എടുക്കണം. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണമെന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വാൾപേപ്പർ വാങ്ങിച്ചിട്ട് അത് നമുക്ക് സെറ്റാക്കണം. പിന്നെ ആ വാൾപേപ്പറിനോട് യോജിക്കുന്ന തരത്തിലുള്ള വേറൊരു വാൾപേപ്പർ കൂടി വാങ്ങിച്ചതാണ്. പക്ഷേ ഇത് എന്താവും എന്നറിയില്ല കേട്ടോ, നോക്കി നോക്കട്ടെ. പിന്നെ അടുത്ത പരിപാടി, അടുത്തത് ഇതിൻ്റെ ഏറ്റവും അടിയിലാണ് ഈ സംഭവം കിടക്കുന്നത് കേട്ടോ. എന്താവും മൊത്തം അടുത്തുനിന്ന് ഇത് പൊട്ടിക്കേണ്ടി വരും. ഇത് ഇതെന്താണെന്നറിയോ, ഇത് നമ്മളെ വാൾ പെയിൻറ്റ് അല്ല, ഫ്ലോർ പെയിൻറ്റ് വാങ്ങിച്ചതാണ് കേട്ടോ. ഫ്ലോർ പെയിൻറ്റ് ഇത് ഞാൻ വൈറ്റ് ഫ്ലോർ പെയിൻറ്റ് വാങ്ങിച്ചതാണ്. ഈ വൈറ്റ് ഫ്ലോർ പെയിൻറ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് ഇവിടുത്തെ ഡോറുമ്മൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം അടുക്കളൻ്റെ ഡോറിൻ്റെ പിന്നാമ്പുറത്ത് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കും. അത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാനത് മൊത്തത്തിൽ അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടുത്തെ ഹാളത്തെ ഒരു പെയിൻറ്റും ഒക്കെ ഒന്ന് മാറ്റി ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു സ്ഥലത്തല്ലേ, അപ്പോൾ ഇനി നിങ്ങൾ എന്തിനാ ഇതൊക്കെ പാടെ ശരിയാക്കുന്നത്, വാടക വീടല്ലേ, അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാനിത് വീഡിയോ എടുക്കുന്ന എൻ്റെ ഒരു ലൊക്കേഷനും കൂടിയാണ്. അപ്പോൾ ആ ലൊക്കേഷന് നമ്മൾ പുറത്തുള്ള വീഡിയോയിലല്ല അധികം എടുക്കുന്നത്, നമ്മൾ വീടിൻ്റെ അകത്തുള്ള വീഡിയോ അല്ലേ എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ശരിയാക്കുക എന്നുള്ളത് അതിൻ്റെ ഒരു ജോലിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അല്ലാണ്ട് ഇതിൻ്റെ സ്വന്തം വീട് മാത്രമേ വൃത്തിയാക്കുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ജോലി സ്ഥലം കൂടിയാണ്. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാതിൽ മേടിക്കാൻ വേണ്ടി ഞാൻ ഫ്ലോർ പെയിൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഡോർ പെയിൻ്റ് അല്ല, ഫ്ലോർ പെയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഇനി ആകെ ഒരു പാക്കറ്റ് കൂടി ഉള്ളൂ, അതുകൂടി കാണിച്ചു തരാം. ഇനി നമുക്ക് ഈ ലാസ്റ്റ് ഒരു കവറുള്ളൂ കേട്ടോ. ഇത് നമ്മൾക്ക് പുറത്ത് കാണിക്കാൻ മാത്രമൊന്നുമില്ല. അത് നമ്മൾ സായിക്കുട്ടിൻ്റെ യൂണിഫോമിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ അവനക്ക് 3 ജോഡിക്കുള്ള യൂണിഫോമിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ. 3 ജോഡിയല്ല കേട്ടോ, 3 യൂണിഫോമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ജോഡി ഉണ്ടായിരുന്നുള്ളൂ അവനക്ക്. അപ്പോൾ നമ്മൾ ഒരു ദിവസം കഴുകാൻ പറഞ്ഞ പിറ്റേ ദിവസം യൂണിഫോം ഉണ്ടാവില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പ്രാവശ്യം 3 യൂണിഫോമിൻ്റെ ക്ലോത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് തയ്ക്കാൻ വേണ്ടി കൊണ്ടുപോകണം. സായിക്കുട്ടിയെ ഇവിടെ വന്നാ നോക്ക്, ഈ നോക്ക്, ഇതൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് പോ, വേഗം കൊണ്ടുപോയിട്. ഞങ്ങളോട് ആദ്യം പറഞ്ഞിട്ടില്ലേ ഇവിടെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയിട്ട് സായിക്കുട്ടിൻ്റെ പണിയാണെന്ന്. എല്ലാം കൊണ്ടുപോയിട്ടോ. യെസ്, എൻ്റെ ജാസ്തിക്കുട്ടിയുടെ വീഡിയോൻ്റെ അടിയിൽ എന്താ പറയുക, ആരോ കമൻറ്റ് ഇട്ടിരുന്നു, ഞാൻ കാണാറുണ്ട് ഇങ്ങനെ കമൻറ്റ് ഉണ്ടായിരുന്നു, മറ്റേ നിങ്ങളുടെ കൂട്ടത്തിൽ സുലുത്തില്ലേ ഏറ്റവും മടി, കുട്ടികളെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കില്ലേ എന്നുള്ള കാര്യങ്ങൾ. എന്താ ഇപ്പം ഞാൻ അതിനൊക്കെ പറയുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇനി പുരോഗമനവാദം പറയുന്നില്ല. പറഞ്ഞ് നമ്മളെ വീഡിയോയിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടികൾ എല്ലാ ജോലിയും ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചെറുപ്പം മുതൽ ഓരോന്ന് ശീലം ഉണ്ടാക്കണം. അല്ലാണ്ട് നമ്മളമ്മ ഇങ്ങനെ ജോലി ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങനെ ഫോണിൽ കളിക്കുക, അപ്പുറത്ത് കളിക്കുക, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ വീട്ടിലത്തെ എല്ലാവരും ഷെയർ ചെയ്ത് ചെയ്യണം. അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ. അത് എനിക്ക് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ്. അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് മടിച്ചാണെന്ന് മറ്റുള്ളവർ പറഞ്ഞാൽ ഞാനതങ്ങോട്ട് സഹിക്കും. പക്ഷെ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതിൽ എനിക്ക് അഭിമാനമുള്ളൂ കേട്ടോ. വേറെ എന്തെന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾ ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ ജോലി ചെയ്യുന്നു. അവൾ എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം മോൾ എനിക്ക് പൈസ ഒക്കെ അയച്ചു തന്നു. ഞാൻ പറഞ്ഞില്ലേ, കുറേ കാലത്തിന് ശേഷമാണ് എനിക്കൊരാൾ ഒരു പൈസ തരുന്നത്. തിരിച്ചു കൊടുക്കേണ്ടാത്ത കടം ഞാൻ വാങ്ങിക്കാറുണ്ട്, വേറെ കാര്യം. കടമല്ലാത്ത തിരിച്ചു കൊടുക്കേണ്ടാത്ത പൈസ എനിക്ക് എത്രയോ കാലത്തിന് ശേഷമാണ് എനിക്കൊരാൾ തരുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ എൻ്റെ കുട്ടികളെ വളർത്തിയതിൽ അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നുള്ളത് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല കേട്ടോ. ആരും കൂടെ ഇങ്ങനെ ഞാൻ കുറച്ച് മടിച്ചാണ് എന്താ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ചിരിയാണ് വരാറ്. കുട്ടികളെ നമ്മൾ വളർത്തേണ്ട ഒരു രീതിയുണ്ട്. അത് എനിക്ക് ചില കാര്യങ്ങൾ നിർബന്ധമുണ്ട്. അത് ഞാൻ എങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനത് മാറ്റിവിടാം. ഇനി ഞങ്ങൾക്ക് രണ്ടാക്കും കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോം ഒന്ന് തയ്പ്പിക്കാൻ കൊടുക്കണം കേട്ടോ. നമ്മൾ സായിക്കുട്ടി ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കണ കാരണം കൊണ്ട് എനിക്ക് സ്കൂൾ തുറക്കുകയാണെന്ന് ആലോചിച്ചിട്ട് വലിയ നെഞ്ചത്തൊരു കിടുക്കൊന്നുമില്ല. നമുക്ക് സ്കൂൾ ബാഗ് അവന് എൻ്റെ അടുത്ത് എല്ലാ പ്രാവശ്യം പറയും, അമ്മ സ്കൂൾ ബാഗ് വേണ്ട എന്നൊക്കെ പറയും. പക്ഷെ അവന് സ്കൂൾ ബാഗ് ഞാൻ വാങ്ങിച്ചു കൊടുക്കും. എനിക്ക് എല്ലാ വർഷവും, കാരണം ഞാൻ എൻ്റെ വീട്ടിൽ 5 പെൺകുട്ടികൾക്ക് ഒരാളായിട്ട് പോലും ഞങ്ങൾക്ക് എല്ലാ വർഷവും സ്കൂൾ ബാഗും യൂണിഫോമും എല്ലാം പുതിയതുണ്ടായിരുന്നു. അപ്പോൾ
അത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. ഇങ്ങനെ സ്കൂൾ ബാഗ് എല്ലാ വർഷം മാറണം എന്നുള്ളത്. അപ്പം അങ്ങനെ സ്കൂൾ ബാഗ് വാങ്ങിക്കണം, യൂണിഫോം തയ്പ്പിക്കണം, പിന്നെ കുറച്ച് നോട്ട് ബുക്കും വാങ്ങിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്കൊക്കെ ഫ്രീ അല്ലേ ഗവൺമെൻറ് സ്കൂളിൽ. പിന്നെ എനിക്ക് ലഞ്ച് ബോക്സ് വരെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ലഞ്ചും അവന് സായ്കുട്ടി സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കുന്ന പ്രാവശ്യം അതോ സ്കൂളിൽ നിന്ന്? സായ്കുട്ടിക്ക് അതൊക്കെ ഈസിയാണ്. അവർക്ക് സ്കൂളിലത്തെ അവരൊരു ദിവസം സ്കൂൾ കൂട്ടിയിട്ട് ഞാൻ ദിവസം ഫുഡ് എടുക്കുമ്പോൾ പറയാം, അത് മമ്മ സ്കൂളിലത്തെ സാമ്പാർ കൂട്ടിയിട്ട് ചോറുണ്ടാൻ പൂതിയാവണമെന്ന്. അങ്ങനെയൊക്കെയാണ് അവൻ്റെ കാര്യങ്ങൾ. പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പുണ്ടാവുമോ എന്നുള്ള സംശയം. അതിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂളും പ്രൈവറ്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്ന പഠിപ്പ് ഒന്ന് തന്നെയാണ്. പിന്നെ അവന് CBSE ആണ്. ഇപ്പം CBSE പഠിക്കുന്ന CBSE ഒരു പ്രൈവറ്റ് സ്കൂളിൽ പഠിക്കുന്ന ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന അതേ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കാണ് സായ്കുട്ടി ഗവൺമെൻറ് സ്കൂളിലും പഠിപ്പിക്കുന്നത്. ഒരേ ടെക്സ്റ്റ്. അതായത് നെവിലൂട്ടർ കുട്ടികൾ മറ്റേ സ്റ്റേറ്റ് സിലബസ് ആണല്ലോ, അവർ സെൻറ്റ് പോൾസിലല്ല പഠിക്കുന്നത്. അവൻ്റെ അതേ ടെക്സ്റ്റാണ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന സായ്കുട്ടിക്കും. രണ്ടുപേരും ഒരേ സിലബസ് ഒരേ കാര്യങ്ങളും പഠിപ്പിക്കുന്നത്. പിന്നെ ടീച്ചേഴ്സും നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചില വിഷയങ്ങളിൽ അവനക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്, അത് ഞാൻ അവനക്ക് എക്സ്ട്രാ ട്യൂഷനും കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും പറയാറില്ലേ അവന് ആൽബർട്ട് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ട്യൂഷന് അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഈ മാത്സിലൊക്കെ എനിക്ക് കുറച്ച് ഒരു പിന്നാക്കം ഉണ്ടായിരുന്നു. അത് പ്രാവശ്യം ഞാൻ അവനക്ക് ട്യൂഷനൊക്കെ കൊടുത്തിട്ട് നല്ല പക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സായ്ക്കുട്ടിനോട് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. ഞാൻ ChatGPT ചോദിച്ചിട്ടേ കുറച്ച് മാത്സിൻ്റെ ചോദ്യങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. മാത്സ് എനിക്ക് വലിയ പ്രയാസമായ കാരണം കൊണ്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ചോദ്യം ചോദിക്കാൻ അറിയില്ല. ഞാൻ പഠിക്കുന്ന കാലത്തേക്ക് മാത്സ് ഭയങ്കര വില്ലനായിരുന്നു. ഉത്തരം, ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 3. സ്ക്വയറിന് എത്ര കോർണേഴ്സ്? 4. റൈറ്റ് ആംഗിൾ എത്ര ഡിഗ്രിയാണ്? റൈറ്റ് ആംഗിൾ x+5 = 12 ആണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് എക്സ്? മാറ്റിച്ചു. ഓക്കെ, ഇനി കുറച്ച് കനത്തി ചോദിക്കാം. ഒരു ബസ് 1 മണിക്കൂറിൽ 50 കിലോമീറ്റർ പോകുന്നു എങ്കിൽ 2 മണിക്കൂറിൽ ബസ് എത്ര കിലോമീറ്റർ പോകും? 100 കിലോമീറ്റർ. ChatGPT അന്നെ കുറച്ച് ചെറിയ ചെറിയ ചോദ്യങ്ങളാണോ ചോദിച്ചത്? ക്ലോക്കിൽ 3 മണിയായാലും മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? മിനിറ്റ് ഹാൻഡ് എവിടെ ഇരിക്കും? 12. ഓക്കെ. ChatGPT എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഞാൻ 7th ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങളാണ് ചോദിച്ചത്. കറക്റ്റ്. പൊക്കോ. ഇപ്പോൾ സായ്കുട്ടി മാത്സിൻ്റെ ഞാൻ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കുമ്പോൾ അവന് കറക്റ്റായിട്ട് ഉത്തരം പറയണില്ലേ? അവനക്ക് മാത്സ് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. മാത്സ് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ തുടർന്ന് പഠിക്കാൻ നല്ല പ്രയാസമായിരിക്കും. എനിക്ക് മാത്സ് ഒട്ടും ഒരത്ത ആളായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്ക് സ്കൂളിലേക്ക് പോകണതിന് ഭയങ്കര ടെൻഷനുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ സായ്കുട്ടിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതിയിട്ട് അവന് ഇനി 8ാം ക്ലാസ്സിലേക്ക് പോവാണല്ലോ. അപ്പോൾ ഞാൻ അവനക്ക് ഈ വെക്കേഷൻ സമയത്ത് ആൽബർട്ട് എഡ്യൂക്കേറ്റേഴ്സിൽ അവനക്ക് മാത്സിൻ്റെ ഒരു പ്രത്യേക ട്യൂഷന് ഏർപ്പാടായി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, അവനിപ്പോൾ കറക്റ്റായിട്ട് വേഗം ഉത്തരങ്ങൾ പറയാനും മാത്സ് വേഗം കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ അവനക്ക് പറ്റുന്നുണ്ട്. നമ്മൾ ഈ വെക്കേഷൻ്റെ സമയത്തെ കുട്ടികൾക്ക് അവർ വീക്കായ ഒരു സബ്ജക്റ്റിന് ഒരു എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുമ്പോൾ ഇപ്പം എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറെ സബ്ജക്റ്റൊന്നും പഠിക്കാനുണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഒരു ഹോംവർക്ക് ചെയ്യാൻ അങ്ങനത്തെ സ്ട്രെസ്സൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് കുട്ടികൾക്ക് കുറച്ചും കൂടി നല്ല ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ വെക്കേഷൻ സമയത്തേ നമ്മൾ കുട്ടികൾക്ക് ഏത് വിഷയങ്ങളിലാണോ അവർ പുറകിലോട്ടുള്ളത് ആ ഒരു വിഷയങ്ങൾക്ക് ഒരു എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കുന്നത് ഇപ്പോൾ ഭയങ്കര നന്നായിരിക്കും കേട്ടോ. കാരണം മറ്റ് വിഷയങ്ങൾ പഠിക്കേണ്ട ഒരു പ്രഷർ ഇപ്പോൾ അവർക്കില്ലല്ലോ. അപ്പോൾ ഇതൊരു കറക്റ്റ് സമയമായിരിക്കും അങ്ങനെ അവർക്ക് എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മൾ പല കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും പല കുട്ടികൾക്കും അവർ റീഡിങ്, റൈറ്റിങ്, കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിഞ്ഞാലുള്ള ഒരു നല്ല ജോലിയും കൂടെ കിട്ടുക. അപ്പോൾ അത്രയും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ കുട്ടികൾക്ക് ഇംഗ്ലീഷിൽ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ആൽബർട്ട് എഡ്യൂക്കേറ്റേഴ്സ് സ്പീക്ക് ഇംഗ്ലീഷ് പറഞ്ഞൊരു കോഴ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ലാതെ ആൽബർട്ട് എഡ്യൂക്കേറ്റേഴ്സിൽ 1-to-1 ട്യൂഷൻ അവൈലബിൾ ആണ്. അടുത്ത അധ്യയന വർഷത്തിലേക്ക് 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് CBSE ഓർ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്ക് 1-to-1 ട്യൂഷനും അവൈലബിൾ ആണ്. പിന്നെ കുറഞ്ഞ കുട്ടികളെ മാത്രം ഇരുത്തിക്കൊണ്ടുള്ള ബാച്ച് ട്യൂഷനും അവൈലബിൾ ആണ്. ഈ വെക്കേഷൻ തീരാൻ ഇനി കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അല്ലേ? അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ തന്നെ ഒരു ട്യൂഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം പോകുമ്പോൾ അവർക്ക് അതിൻ്റെ ഒരു നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും എല്ലാം പറ്റും. ഞാനിത് സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് അവരൊന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കൂ. കോൺടാക്റ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ നമ്മൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർ കറക്റ്റ് ഫീ എന്താണ്, കറക്റ്റ് അവരുടെ ട്യൂഷൻ്റെ പ്രോഗ്രാം എന്താണ്, പ്ലാൻ എന്താണ്, ഇതൊക്കെ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു തരും. നമ്മൾ ഈ കമൻറ്റിൽ നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോഴേ എനിക്ക് എല്ലാ കമൻറ്റിനും റിപ്ലൈ തരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ എനിക്ക് വേറെ ഞാൻ
കൊടുക്കുന്ന കോഴ്സ് എന്താ അതല്ലേ എനിക്കറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ വേറെ ഏത് കോഴ്സാണ് ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് അറിയുന്നുണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് അവരെ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് വിട്ടാലും മതിയാവും. മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഈ കോഴ്സിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. പിന്നെ അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹൈ ക്വാളിഫൈഡ് ആയ ടീച്ചേഴ്സാണുള്ളത്. പിന്നെ അത് മാത്രമല്ലാതെ നിങ്ങളെ കുട്ടി നിങ്ങൾക്ക് ട്യൂഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച മുഴുവനും തുക തിരിച്ചു തരുമെന്ന് പറയണ വേറെ ഏതെങ്കിലും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന കൂപ്പൺ കോഡ് കാണാനില്ലേ, ഇത് നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കൂപ്പൺ കോഡാണ് കേട്ടോ. നിങ്ങൾ അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിൽ പോയിട്ട് നിങ്ങൾ ഏത് കോഴ്സിനാണോ കുട്ടികളെ അറ്റൻഡ് ചെയ്യിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഴ്സിന് നിങ്ങൾക്ക് നല്ല ഫീസിൽ നല്ലൊരു ഇളവ് കിട്ടാൻ നമ്മളെ ഈ കൂപ്പൺ കോഡ് നിങ്ങളെ ഹെൽപ്പ് ആക്കും കേട്ടോ. അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിലെ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രമല്ലാതെ ഓൺലൈൻ സ്കൂളിംഗ് എന്ന് പറഞ്ഞ 1 ഇയർ പ്രോഗ്രാം ഉണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള കിൻഡർ ഗാർഡൻ പ്രോഗ്രാം ഉണ്ട്. A+ ക്യാമ്പസ് ഉണ്ട്. പിന്നെ 8, 9, 10 ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് 1-to-1 ട്യൂഷനും പിന്നെ ബാച്ച് ട്യൂഷനും അവൈലബിൾ ആണ് കേട്ടോ. എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ അൽബിഡോ എഡ്യൂക്കേറ്റേഴ്സിലെ അവരെ കുട്ടികളൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ റിവ്യൂ പറയാറുണ്ട്, അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് ഇപ്പോൾ പഠിക്കാനൊക്കെ ഉഷാർ വരുന്നുണ്ട്, അവർ നല്ല രീതിക്കാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവർ സ്കൂളിൽ ചേർത്തിയ ഫ്രണ്ട്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ മെസ്സേജ് അയക്കാറുണ്ട്. എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഈ നമ്പറിൽ നിങ്ങൾ ഒന്നല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കോൾ വിളിച്ച് നോക്കി നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ടെൻഷനുള്ള പാരൻസിന് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും. ഞാനിന്നേ സായിക്കുട്ടിന് യൂണിഫോം തയ്ക്കാൻ വേണ്ടി കൊടുക്കാൻ പുറത്തേക്ക് പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. ഒരു ഏകദേശം 2-3 മണിയായപ്പോൾ തുടങ്ങിയ മഴയാണ് ഇവിടെ. 2-3 മണിയല്ല കേട്ടോ, 3-4 മണിക്ക് ഭയങ്കര മഴ. അപ്പോൾ എവിടെയും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു അട ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈ അട മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ മൈദമാവിൽ നമ്മൾ തേങ്ങയും അവിലും ശർക്കരയും പഴം കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഈ മിക്സ്. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നേ, നമ്മൾ എനിക്കൊരു ജോലി, എനിക്കെൻ്റെ കാര്യങ്ങൾ സ്വന്തമായിട്ട് നോക്കാനും കഴിയുന്ന കാരണം കൊണ്ടാണ് എനിക്ക് ഇത്ര ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നതെന്ന്. ഇപ്പം അടുത്ത് പോലും ഞാൻ 18 വയസ്സായ ഒരു കുട്ടി കല്യാണം കഴിക്കാൻ പോണത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു ജോലിയായിട്ട് കല്യാണം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ജോലിയായിട്ട് കല്യാണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ കുട്ടികൾക്ക് എന്നാ മനസ്സിലാവുക എന്നുള്ളത് ഞാൻ ഭയങ്കര സങ്കടത്തോടെ ഓർത്തു കേട്ടോ. എൻ്റെ പ്രേക്ഷകർ ആരെങ്കിലും ഒരു 18 വയസ്സിൽ കുട്ടികളെ കെട്ടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് കുട്ടികൾക്കൊരു ജോലിയും അതിനുള്ളൊരു വരുമാനമായ ശേഷം മാത്രം നമ്മൾ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ശ്രമിക്കുക. അത് അവർക്കും നല്ലതാണ്, അവരുടെ ബുദ്ധിമുട്ട് കാണാതെ നമുക്കും നല്ലതാണ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ ഉടനെ വരാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.